ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നാം ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ സഭായോഗത്തെ പ്രാർത്ഥിച്ച് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും സമർപ്പണത്തോട് പ്രാർത്ഥനയോട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് നാം ഓൺലൈനായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്നതെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ, ഉൾപ്പുകളെ, നനവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. സമർപ്പണത്തോട് മറ്റെല്ലാ അന്യ ചിന്തകളും വെടിഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കുകയും സമർപ്പണത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യാം. കൊയർ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്നുള്ള പാട്ട് സമർപ്പണത്തോട് പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ. ഹല്ലേലൂയ. നിത്യം
എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. മഹത്വത്തിന് പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നിന്റെ മക്കളായ അടിയങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദവിടെ ചേർന്ന് വന്ന് ഏക മനസ്സോട് ഏക ഹൃദയത്തോട് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, മരുഭൂ പ്രയാണത്തിൽ അജഗണം പോലെ കർത്താവ് ഞങ്ങളെ ഓരോ ദിവസവും പരിപാലിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം അനുദിനം കർത്താവ് പകർന്നു വന്ന് അല്ലെങ്കിൽ അനുഗ്രഹത്തോടെ കർത്താവ് ഞങ്ങളെ പരിപാലിക്കുന്നല്ലോ. അവിടുത്തെ എല്ലാം നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളായ അടിയങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപിടയായിരിക്കുമ്പോൾ അങ്ങയുടെ തിരുമുഖത്തിൻ്റെ ശോഭ കണ്ടുകൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് വീണു വണങ്ങുന്നവനെ കർത്താവേ സ്തോത്രം, ഈ മണ്ണിൽ ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന വലിയ മുഖാന്തരത്തിനായിട്ട് ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ പാദപീഠങ്ങളായിരിക്കുമ്പോൾ അന്യചിന്തകൾ വെടിഞ്ഞ് സകല ചിന്തകളും വെടിഞ്ഞ് കർത്താവേ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ നീക്കമുള്ളതെന്ന് ചേർന്ന് പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കായിട്ട് കർത്താവെ, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചായിട്ട്, വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നായിട്ട് ആളുകളെ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹമോർത്ത് അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവെ, ഞങ്ങളുടെ വലിയ പ്രത്യാശയോർത്ത് അങ്ങയിൽ സന്തോഷിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ളവർക്കായിട്ട് കർത്താവേ സ്തോത്രം, എല്ലാവരെയും ഈ സമയത്ത് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോട് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ ആത്മനിറവോട് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കും. അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരുവാൻ കർത്താവ് ഇടയാക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായ ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് പോവുകയാണ്. എല്ലാവർക്കും കരങ്ങളെ തട്ടി ഇടം മറന്ന് പരിസരം മറന്ന് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ മറന്ന് അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ വേർപെട്ടായിരിക്കുവാനായിട്ട് പോവുകയാണ്. അല്ലെങ്കിൽ അടുത്ത 1.5 മണിക്കൂർ നേരം കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ, തിരുവചനത്തിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും നാം സന്തോഷിക്കുവാനായിട്ട് ഹല്ലേലൂയ പോവുകയാണ്. ചില പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. ഞാൻ എന്നും സ്തുതിക്കും എൻ പരനെ എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യും. നമുക്ക് ചേർന്ന് പാടി കരങ്ങളെ തട്ടി സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിക്കാം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, ആരിതന്നു തുല്യമില്ലൊന്നും. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ, തിരുമനസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷാദാനം, എന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷാദാനം, എന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പദസേവയതിൻ അഭിമാനം.
10,000 വാക്കുകളാലും 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആ ദിവ്യ സ്നേഹമവന്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരമൻ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്റെ സ്തുത്യപദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദം കണ്ടത് വീണ്ടും ഞാനെന്നും സ്തുതിക്കും എൻ പരമൻ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും, ആരും തന്നന്തിനു തുല്യമില്ലെന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരമൻ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരമൻ തിരുമനസ്സുകളിൽ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യത്തിനായിട്ട് നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആ ദിവ്യ സ്നേഹം അവർണ്യമാരാലും ഹല്ലേലൂയ ചേർന്ന് പാടിയ ദൈവജനമേ, ഒന്നിച്ച കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിക്കുവാൻ, കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഞാൻ എന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് തരുന്ന ഈ സുവർണ അവസരങ്ങൾക്കായിട്ട് നാം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ, ഈ മൺകൂടാരത്തിലായിരുന്നപ്പോൾ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു. ഇത് മനസ്സിലാക്കുവാനും നമ്മുടെ സ്വർഗീയ അനുഭവങ്ങൾ പ്രത്യാശയിൽ കണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചു എന്നൊക്കെ ഓർത്ത് ഹല്ലേലൂയ നാം സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കുന്നതിനിടയായി തീരാതെ ചേർന്ന് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ സഭയായി ഒന്നിച്ചായിരിക്കുമ്പോൾ കർത്താവിനെ പാടി സ്തുതിച്ച് വണങ്ങുവാൻ കർത്താവ് ഇടയാക്കട്ടെ. സേനയിൽ അധിപൻ ദേവരിൽ അതിയായി എന്നുള്ള പാട്ട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. വീണ്ടും നമുക്ക് പാടാം. സേനയിൽ അധിപൻ ദേവനിൽ അതിയായി. ഹല്ലേലൂയ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. സേനയിലധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. യാഹിൻ വാസമെന്തധികാമ്യം, യാഹിൻ വാസമെന്തധികാമ്യം. വാചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും, ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും. സേനയിൻ അധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ? ആയവൻ ഏവരിലും അതിധന്യൻ. കുരുകിൽ തനിക്കൊരു വീടും നീവൻ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി. നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരുകിൽ തനിക്കൊരു വീടും നീവൻ പർവ്വതൻ കുഞ്ഞുങ്ങൾക്കായി. നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിൻ തിരുബലിപീഠം തന്നെ, നിൻ തിരുബലിപീഠം തന്നെ. ധന്യർ നിന്നാലയത്തിൽ വസിക്കും.
സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ചയില്ലെന്നും ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഇவ்விதമുള്ളോർ മനസ്സുകളിൽ ഇவ்விதമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി സിയോൻ നഗരിയിൽ പെരുവഴികൾ സിയോൻ നഗരിയിൽ പെരുവഴികൾ സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ കണ്ണുനീർ താഴ്വരയതു വഴിയായവർ യാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി കണ്ണുനീർ താഴ്വരയതു വഴിയായവർ യാനം ചെയ്യുമ്പോ ആയതു മാറും ജലാശയമായി മുൻമഴയനുഗ്രഹപൂർണമാകും മുൻമഴയനുഗ്രഹപൂർണമാകും പ്രാപിക്കും ബലമവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ ചെന്നെത്തുമേ വരും സിയോനിൽ സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവരിലും ബലം നിന്നിലുള്ളോ ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും ഇவ்விதമുള്ളോർ മനസ്സുകളിൽ ഇவ்விதമുള്ളോർ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമായി സിയോൻ നഗരിയിൽ പെരുവഴികൾ സിയോൻ നഗരിയിൽ പെരുവഴികൾ സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവരിലും അതിധന്യൻ സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവനേവരിലും അതിധന്യൻ യാഹിൻ വാസമെന്തധികാമ്യം യാഹിൻ വാസമെന്തധികാമ്യം വാചിച്ചു മോഹിക്കുന്നെന്നുള്ളം ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും ഘോഷിക്കുന്നെൻ ഹൃദയം ജഡവും സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ സേനയിന്നധിപൻ ദേവനിലതിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട്
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, പാടി സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ സൺഡേസിൽ നാം വിശുദ്ധ സഭായോഗമായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുന്നമേ, വേണ്ട ഈ ഉലകം സ്ഥാപിക്കുന്നതിന് മുന്നമേ നമ്മെ കണ്ടിരുന്നവൻ, നമ്മെ പേർ ചൊല്ലി വിളിച്ചിരുന്നവൻ, നമ്മുടെ ഉൾപ്പുകളെ നിലവുകളെ ആരാഞ്ഞറിയുന്നവൻ, നമ്മളെ ഉള്ളതുപോലെ അറിയുന്നവൻ, എൻഡ് ടു എൻഡ്, തുടക്കം മുതൽ അവസാനമില്ലാത്ത ജീവിതം മുഴുവനും നമ്മളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. സേനയിൽ അധിപൻ, ദേവരിൽ അതിയായി എന്നുള്ള പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായല്ലോ. വീണ്ടും അങ്ങനെ പാട്ട് പാടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം, സന്തോഷിക്കണം, കർത്താവിനെ സ്തുതിക്കണം, ആരാധിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ശുശ്രൂഷകൾ നിർപടിയായിട്ട് നിവർത്തിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് നാം ബൈബിൾ റീഡിങ്ങിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ബൈബിൾ, കരങ്ങളിലുള്ളവരെല്ലാവരും ബൈബിൾ എടുത്താട്ട് ഒരു ഭാഗം നമ്മൾ വായിച്ച് കേൾക്കുവാനായിട്ട് പോവുകയാണ്. സിസ്റ്റർ ഷെബി തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സിസ്റ്റർ ഷെബി തോമസ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 22. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭിക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെൻ്റെ നേരെ വായി പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയുമിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ. എൻ്റെ തുണയായുള്ളവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ. യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിൻ്റെ സർവ്വ സന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവനെ മറിച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കെ എത്രയേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, ഹല്ലേലൂയ,
നമ്മുടെ കാര്യങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ പരിശുദ്ധ ആത്മാവിനാൽ രചിക്കപ്പെട്ട ഒരു പ്രമേയമാണ് ഈ തിരുവചനം. ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാ വാക്യങ്ങളും എൻഡ് ടു എൻഡ്, കവർ ടു കവർ ദൈവിക അരുളപ്പാടുകളും ദൈവിക വചനവുമാണ്. അത് നമ്മുടെ ജീവന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മാംസത്തിന്, മജ്ജയ്ക്കൊക്കെ അനുഗ്രഹമായി, പുതുജീവനായി, പുതുശക്തിയായി, പുതിയ തേജസ്സായി, ഹല്ലേലൂയ, നമുക്കത് വ്യാപരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അത് വായിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ തിരുവചനത്തിൽ കൂടെ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് അറിയിക്കുന്നു പ്രാർത്ഥനയിലൂടെ. എന്നാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ തിരുവചനത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇരട്ടി സമയം ബൈബിൾ വായിക്കുവാനും ധ്യാനിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ വേർപെട്ടിരിക്കുവാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വായിച്ചു കേട്ട നല്ല വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരാഴ്ചവട്ടം മുഴുവനും അത് നമുക്ക് എല്ലാ നിലയിലും അനുഗ്രഹമായി തീരട്ടെ. നാം ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും ആ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആ വചനത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തുടർമാനമായിട്ട് നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് ചേർന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലെല്ലാം കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, ദൈവനാമത്തിന് മഹത്വമായി നാം ഓരോരുത്തരും നിൽക്കേണ്ടതിനായിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടി നാം വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഞാൻ ആ വിഷയങ്ങൾ പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാനായിട്ട്, അതിനുവേണ്ടി സ്തോത്രം ചെയ്യുവാനായിട്ട്, നന്ദി പറയുവാനായിട്ട്, കർത്താവ് അതിന് മേൽ ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 5 വിഷയങ്ങളാണ് ജനറലി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊതുവായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി, അതിൽ ലോകം എമ്പാടും അറിയിക്കണം. ദ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ. അതിന്ന് നാമമാത്രമായി മാത്രം ജനങ്ങൾ അറിയുന്നു. അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിയത്തില്ല. അതിലൂടെ നടന്ന ദൈവിക പ്രവൃത്തി എന്താണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അതിലൂടെ നടന്നിരിക്കുന്ന വീണ്ടെടുപ്പ് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ലോകം മുഴുവനും ഈ മഹത്വമേറിയ കർത്താവിൻ്റെ ക്രൂശ്, അതിലൂടെ നിവൃത്തിയായിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തി അത് പ്രസിദ്ധമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രി ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളുണ്ട്. ആ എല്ലാ സംഘടനകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. തുറന്നോസിൻ്റെ പാഠശാല എന്ന സാറ്റർഡേസിലെ ബൈബിൾ ക്ലാസ്സിനായിട്ട് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് പ്രാർത്ഥിക്കാം. TGTV എന്ന 24/7 പ്രവർത്തിക്കുന്ന ഗ്രേസ് ബ്രോഡ്കാസ്റ്റിംഗ് TV-ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാരാഷ്ട്രയിൽ, ഒറീസയിൽ, പഞ്ചാബിൽ, ഉത്തർപ്രദേശിൽ, നേപ്പാളിൽ, ഹരിയാനയിൽ ഒക്കെ കർത്താവിൻ്റെ വചനവുമായിട്ട് നിൽക്കുന്ന അനേക ദൈവദാസന്മാർ അവിടെയൊക്കെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നു. അവരെയൊക്കെ കർത്താവ് അതിശയകരമായ അനുഗ്രഹത്തോട് ദൈവിക കരുതലിൽ പ്രൊട്ടക്ഷനിൽ പരിപാലിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ബൈബിൾ ക്ലാസ്സുകളും ഹല്ലേലൂയ തിരുവചന പഠനങ്ങളും ഒക്കെ നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം അത് അനുഗ്രഹമായി ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം അധികാരപ്പെടുത്തേണ്ടതിനായിട്ട്, അനേകായിരങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഈ സത്യം അവർക്ക് മനസ്സിലാകേണ്ടതിനായിട്ട്, അവരുടെ ഹൃദയം അതിനുവേണ്ടി തുറക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. കോട്ടയത്തിനായിട്ട്, ചങ്ങനാശ്ശേരിക്കായിട്ട്, അടിമാലിക്കായിട്ട്, സുൽത്താൻ ബത്തേരിക്കായിട്ട് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാം നടക്കുന്ന സഭായോഗങ്ങൾ, ആ സഭായോഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇവരെല്ലാം ദൈവസ്നേഹത്തിൽ അഭിഷിക്തരായി കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട്, ആ ദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെ കൂടി വരുന്ന ദൈവജനം എല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ കൂടെ നടക്കുന്ന എല്ലാ മിനിസ്ട്രികൾക്കായിട്ടും നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അതുപോലെ തന്നെ പലരാവശ്യങ്ങളുമായിട്ട് രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, മാനസിക വ്യഥകളിൽ, ഹല്ലേലൂയ പലവിധമായ പ്രയാസങ്ങളിലായിരിക്കുന്നവരുണ്ട്. പുതിയ എഡ്യൂക്കേഷണൽ, പുതിയ സ്റ്റഡീസ്, അഡ്മിഷൻ്റെ കാര്യങ്ങളിലായിരിക്കുന്നവരുണ്ട്. ജോലി തേടുന്നവരുണ്ട്. പല നിലകളിൽ പല ആവശ്യങ്ങളുമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അവിടുത്തെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനെ സ്തോത്രത്തോടെ അറിയിക്കുക അത്രേ വേണ്ടുന്നത്. അതിന്മേൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം വ്യാപരിക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ വിഷയത്തിന്മേലും നമ്മൾ കണ്ടറിയുവാൻ, കർത്താവിൻ്റെ നാമം അതുമൂലം മഹിമപ്പെടുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ മീറ്റിങ്ങിൽ, ഈ സഭായോഗത്തിൽ ലോകത്തിൻ്റെ
പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നവരുണ്ട്. പല ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്നവരുണ്ട്. നമ്മെ അറിയിക്കുവാൻ കഴിയാത്ത പല ആവശ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നവരുണ്ട്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ഭവനത്തിൽ നിന്ന് ഏകരായി ഇറങ്ങിത്തിരിച്ച് അനേകരുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ മഹൽ സത്യം മനസ്സിലാകണമെന്നില്ല. അനേകർ ഈ സത്യം അറിഞ്ഞ് ഏകരായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ അവർക്ക് അനുഗ്രഹമായി അവരുടെ കൂടെ ഉള്ളവരും ഇറങ്ങി ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം കരുണ കാണിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവൃത്തി മണ്ഡലങ്ങൾ വിശാലമാകപ്പെടുവാൻ, അനേകർ കർത്താവിനെ അറിയുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, ദൈവിക കരം അനുകൂലമായ എല്ലാ വിഷയത്തിലും കാണുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന പല ആവശ്യങ്ങളുമായിട്ട് തലവണക്കിയിരിക്കുന്നവരുണ്ട്. അതിലെല്ലാം കർത്താവിൻ്റെ കരം അനുകൂലമായി കണ്ട് മറുപടി ലഭിക്കുവാൻ ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പേ ദൈവിക കരം കാണുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ചേർന്ന് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നിങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങളിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ. പല ആവശ്യങ്ങളുമായി തലവണക്കിയിരിക്കുന്ന കർത്താവെ, പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ കരം അയക്കേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതൽ അയച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങേ സന്തോഷത്തോടെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് കഷ്ടത്തിലായത് അനുഗ്രഹത്തിന് കാരണമായി എന്ന് പറയുന്നത് കേൾക്കുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ താഴുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗ്ഗ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്കൊന്നിച്ച് ഏക ഹൃദയത്തോടെ, ഏക മനസ്സോട് ഒന്നിച്ചിങ്ങനെ ആയിരിക്കാൻ, പാടി സ്തുതിക്കുവാനും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനും കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി അവനെ സ്തുതിക്കുവാനും ഒക്കെ കർത്താവ് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ലൈവായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള അല്പസമയം നാം വചനത്തിൻ്റെ ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിയിച്ചുകൊള്ളട്ടെ. അതായത് ഇന്ന് നാം 97ാമത്തെ സഭായോഗമായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. ഒന്നാമത്തെ സഭായോഗം ഇന്നലെ എന്നോണം ഇന്നും എൻ്റെ മനസ്സിലിരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചത്. എന്നാൽ ഇന്ന് 97ാമത്തെ സഭായോഗമായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി സൺഡേയിൽ 100ാമത്തെ സഭായോഗമായിരിക്കും. ആ സഭായോഗത്തോടു കൂടി ഓൺലൈൻ സഭായോഗം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഇന്നർ സർക്കിളായിട്ട് കൂടി ആലോചിച്ചപ്പോൾ 100ാമത്തെ സഭായോഗത്തോടു കൂടി ഈ ഓൺലൈൻ സഭായോഗം തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ബത്തേരിയിലും അടിമാലിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ആരാധനകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ജനത്തിന് വന്ന് ചേർന്ന് ഒന്നിച്ച് ആരാധിക്കുവാനുള്ള അവസരങ്ങളുണ്ടല്ലോ. ഈ വിഷയമൊന്ന് നമ്മൾ നോക്കിയതിന് ശേഷം അല്ല ഒത്തിരിയും റിക്വസ്റ്റുകൾ ആ നിലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുകയും പുനരാരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യാം. എന്നാൽ തൽക്കാലം 100ാമത്തെ ആരാധനയോടുകൂടി ഒന്ന് ബ്രേക്ക് ചെയ്യുവാനും അതിനുശേഷം എപ്പിസോഡുകളായിട്ട് നാം ആദ്യകാലങ്ങളിൽ ആരംഭിച്ചിരുന്നത് പോലെ തന്നെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടുവാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ വിഷയങ്ങൾ ക്ലാസ്സുകൾ എടുക്കുവാൻ എപ്പിസോഡുകളായിട്ട് ചെയ്യുവാനായിട്ടുള്ള ബുധനാഴ്ചകളിലും കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ ചേർന്ന് ഒക്കെ ആ എപ്പിസോഡുകൾ റിലീസ് ചെയ്യുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. കഴിവതും നിങ്ങൾ ഓഫ്ലൈൻ ചർച്ചുകളിൽ വന്ന്, അതായത് നമുക്ക് ആരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് ചേർന്ന് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം നടത്തിയ കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധികമായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു വളർച്ച അല്ലെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ശുശ്രൂഷയുടെ മേൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുകയാണ്. ഒറീസയിലൊക്കെ
അനേക ചർച്ചുകൾ ഗ്രേസ് ആരാധനയിലേക്ക് മാറുവാനായിട്ടിടയായി. അനേക കൂട്ടങ്ങൾ ഞാൻ ലേറ്റ്ലി അറിഞ്ഞത് ഏകദേശം ഒരു 70-75 ചർച്ചുകളോളം ഒഡീഷയിൽ തന്നെ കർത്താവിനെ ഈ ഗ്രേസ് ഗോസ്പലിൽ റൈറ്റ് ഡിവിഷനിൽ കർത്താവിനെ ആരാധിക്കുന്ന ചർച്ചുകൾ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, നേപ്പാളിൽ, പഞ്ചാബിൽ ഒക്കെ വലിയ അനുഗ്രഹിക്കപ്പെട്ട മുന്നേറ്റം ഈ വിഷയത്തിൽ കർത്താവ് തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഏകദേശം ഒരു 3000-നടുത്ത് ജനം കർത്താവിനെ കൃപായുഗത്തിലും കൃപയുടെ ആരാധനയിലും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൽ നമ്മൾ ഒത്തിരി നാളായിട്ട് കേൾക്കുന്നത് കൊണ്ടും ഒത്തിരി കോമ്പറ്റീഷൻസ് ഈ വിഷയത്തിലുള്ളത് കൊണ്ടും പിതൃ പാരമ്പര്യങ്ങളിലും പിതൃ സമ്പ്രദായങ്ങളിലും ഒക്കെ ജനം വല്ലാതെ ഉറച്ചിരിക്കുന്നതിനാലും നമുക്ക് കേരളത്തിലുള്ള ഗ്രോത്ത് അല്പം കുറവാണെങ്കിലും കർത്താവ് എല്ലാം നല്ല പോലെ ഹല്ലേലൂയ ദൈവഹിതം പോലെ തിരുഹിതം പോലെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൽ വലിയ ഗ്രോത്ത് ഇല്ല എന്നോർത്ത് ഞാൻ അധികം ഭാരപ്പെടുന്നില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചതിലും അധികമായി അനേകായിരങ്ങൾ ഈ ഒരു സുവിശേഷത്തിലേക്കും ഈ സത്യത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഈ മിനിസ്ട്രിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം നാം തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഞാനിന്നും തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നില്ല. അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസനാണ് ഡോക്ടർ ചെറിയാൻ കുര്യൻ. അദ്ദേഹം ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഹോണറബിൾ സെക്രട്ടറി ആണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഡോക്ടർ ചെറിയാൻ കുര്യനും ഞാനും കൂടെ ചേർന്ന് പല ബുക്കുകൾ എഴുതുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഒരു പ്രൊഫസറായിട്ട് യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ പ്രിൻസിപ്പാളായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള, നോർത്ത് ഇന്ത്യയിൽ അധിക നാൾ സേവ ചെയ്തിട്ടുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്. തനിക്ക് കൊടുത്തിരിക്കുന്ന വലിയ കാഴ്ചപ്പാടുകൾക്കായിട്ട്, ദൈവസ്നേഹത്തിനായിട്ട്, ആ സമർപ്പണത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിലെ പരിജ്ഞാനത്തിനായിട്ട്, തിരുവചനത്തിലുള്ള ആഴമായ അറിവിനായിട്ട് ഒക്കെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനിൽ കൂടി ദൈവം ചെയ്തെടുക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കോട്ടയത്തെ ഗേറ്റ് ചർച്ചിന് താൻ ഒരു വലിയ അനുഗ്രഹമാണ്. ബ്രദർ എൽദോ വർഗീസ് ശുശ്രൂഷിക്കുന്ന കോട്ടയം ഗേറ്റ് ചർച്ചിൻ്റെ ലീഡർഷിപ്പിൽ താൻ ആയിരിക്കുന്നു. അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ട് അവിടെ സേവനമനുഷ്ഠിക്കുന്നു. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള 30-35 മിനിറ്റ് തൻ്റെ അനുഭവത്തിൽ നിന്നും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ആലോചനയിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ നമ്മളെ അറിയിക്കും. അതിനായിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ചെറിയാൻ കുര്യൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ 2 വേദഭാഗം അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് 2 തിമോത്തി 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ദൈവപ്രിയമല്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. ദൈവപ്രിയമല്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. 2-ാമത്തെ വേദഭാഗം റോമാലേഖനത്തിലെ 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ. റോമർ 2:28-29. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകവേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അത് അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. അതുപോലെ പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ വചനത്തിൽ കൂടെ കർത്താവേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. അതിനുവേണ്ടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപ നീ കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു ഏരിയയാണിത്.
അതായത് ഈ കൗണ്ടർഫെയ്റ്റ് ക്രിസ്ത്യാനിറ്റി. ഞാൻ മനസ്സിലാക്കുന്നത് സാത്താൻ്റെ പല പല സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് അവന് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ കൗണ്ടർഫെയ്റ്റ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി ഒറിജിനൽ ക്രിസ്ത്യാനിറ്റിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു ഇടപാട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുവാനാണ്. ഇന്നും ഈ മേൽപ്പറഞ്ഞ വാക്യങ്ങൾ വളരെ പ്രസക്തമല്ലേ? ഇന്ന് നമ്മുടെ ക്രിസ്തീയ സഭകൾ നോക്കുകയാണെങ്കിൽ ബാഹ്യമായ ചടങ്ങുകളും ആചാരങ്ങളുമായിട്ട് അവയെല്ലാം അധപ്പതിച്ചിരിക്കുകയാണോ? നമുക്കെല്ലാവർക്കും ഒരു വേദപുസ്തകമാണുള്ളത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ 40,000-ൽ പകരം പല പല ഡിവിഷൻസ്, ഡിനോമിനേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലനായ പൗലോസ് എന്തു പറയുന്നു എന്ന് നോക്കാം. റോമറിൽ എന്താ പറഞ്ഞത്? ആ റോമർ 28-29 പറയുന്നത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. ഈ റോമലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ആ സമയം അതാണ് അവസാനമായിട്ട് എഴുതിയ ലേഖനം. ആ സമയം അപ്പോസ്തലന് ഒരുമാതിരി എല്ലാ വെളിപ്പാടുകളും ലഭിച്ചു കഴിഞ്ഞ് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലേഖനം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, പുറമേ യഹൂദനായവനല്ല യഹൂദൻ. അതുപോലെ തന്നെ നമ്മൾ 2 തിമോത്തിയിൽ വായിക്കുന്നത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. 3 തത്വങ്ങൾ ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 1, ഔപചാരിക മതം ഒരു യഥാർത്ഥ മതമല്ല. ഔപചാരിക ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയും അല്ല. അതാണ് ഒന്നാമത്തെ തത്വം. എന്താണ്? ഔപചാരിക മതം ഒരു യഥാർത്ഥ മതമല്ല. ഔപചാരിക ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. ഔപചാരിക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർമൽ ആണ്. രണ്ടാമത്തെ തത്വം, യഥാർത്ഥ മതം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഹൃദയത്തിൽ ക്രിസ്ത്യാനിയാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. രണ്ടാമത്തെ തത്വം ഇതാണ്, യഥാർത്ഥ മതം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഹൃദയത്തിൽ ക്രിസ്ത്യാനിയാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. മൂന്നാമത്തെ തത്വം, യഥാർത്ഥ മതം ജനകീയമല്ല, എന്ന് വെച്ചാൽ പോപ്പുലർ അല്ല. അതിന് മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കുന്നു. യഥാർത്ഥ മതം ജനകീയമല്ല, അതിന് മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കുന്നു. നമുക്ക് ഈ തത്വങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തോമസ് ഹാൾ എന്ന് പറഞ്ഞ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പ്രീച്ചർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഒരു ചടങ്ങായി തീർന്ന മതം പാപമാണ്. ആ മതത്തിൻ്റെ കീഴിൽ ദേശം ഞെരങ്ങുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ പഴയതിലും കൂടുതൽ വെളിച്ചമുണ്ട്, പക്ഷേ ജീവനില്ല. ഈ തോമസ് ഹാൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും പറയുക? നമുക്ക് ഈ ഒന്നാമത്തെ തത്വം ഒന്ന് പരിശോധിക്കാം. ഔപചാരിക മതം, അതായത് ഫോർമൽ റിലിജിയൻ, യഥാർത്ഥ മതമല്ല. ഔപചാരിക ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുമല്ല. എന്താണ് ഔപചാരിക മതം? നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഒരുവൻ പേരിൽ മാത്രം ക്രിസ്ത്യാനി, ജീവിതത്തിൽ അല്ലെങ്കിൽ അകമേ ക്രിസ്ത്യാനി അല്ല. ജീവിതത്തിൽ ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനി. പുറമേ മാത്രം ക്രിസ്ത്യാനി, അകമേ മതം ഒരു ചലനവും അല്ലെങ്കിൽ ഒരു വികാരവും സൃഷ്ടിക്കുന്നില്ല. ചുരുക്കത്തിൽ സഭയ്ക്ക് പുറമേ ഒരു ക്രിസ്തീയ പരിവേഷം മാത്രം. അതിലെ അംഗങ്ങൾക്ക് അകമേ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഒരു സ്വാധീനവുമില്ല. ഓൺലി ആൻ ഔട്ട്വേർഡ് അപ്പിയറൻസ്, ഒരു ഷെല്ല് മാത്രമാണ്. അത് പുറം ഭാഗത്ത് മാത്രം സർവസിൽ മാത്രം കാണുന്നു. അതിന് സബ്സ്റ്റൻസ് ഇല്ല, അതിന് ശക്തിയില്ല. ഇന്ന് ഒരു നല്ല പങ്ക് സഭകളും ക്രിസ്ത്യാനികളും ഈ വിഭാഗത്തിൽ പെടുന്നവരല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ കാലിക സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ വിഭാഗത്തിൽ പെടുന്നവർ മതപരമായ എല്ലാ ചടങ്ങുകളും
കൂതാശകളും ആഘോഷങ്ങളും അതിലൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. അതവരെ രക്ഷയിലേക്ക് നയിക്കുമെന്നവർ ധരിച്ചു വച്ചിരിക്കുന്നു. അവരെല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നു, തിരുമേശയിൽ പങ്കെടുക്കുന്നു, വരിസംഖ്യ കൊടുക്കുന്നു. അതിനപ്പുറം അവരുടെ ജീവിതത്തിൽ മതത്തിന് ഒരു പ്രസക്തിയുമില്ല. ഹൃദയത്തിനകത്തു നിന്നുള്ള ക്രിസ്ത്യതയെപ്പറ്റി അവർക്കൊന്നും അറിയില്ല, അറിയാൻ താല്പര്യവുമില്ല. വചന പഠനം അവരുടെ സന്തോഷമല്ല. അതുകൊണ്ട് വചനത്തിലെ ആഴമേറിയ അറിവും അവർക്കില്ല. ദൈവത്തിൻ്റെ വഴികൾ, ലോകത്തിൻ്റെ വഴികൾ, ഇത് രണ്ടും വേർതിരിച്ചറിയാൻ അവർക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ തന്നെ ഇല്ല. ജീവിതത്തിൽ ദൈവിക തത്വങ്ങൾ പാലിക്കുവാനും താല്പര്യമില്ല. ഇന്ന് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്താണെന്ന് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാറുമില്ല. കേൾക്കുന്ന ദൈവവചനത്തോട് തികഞ്ഞ നിസ്സംഗതയാണ് അവർ പുലർത്തുക. അവരുടെ കൂടെ കുറേ ദിവസങ്ങൾ നിങ്ങൾ ചെലവഴിച്ചാൽ അവർ ദൈവനിഷേധികളാണോ അല്ലെങ്കിൽ ദൈവമില്ലാത്തവരാണോ എന്ന് പോലും നിങ്ങൾ സംശയിച്ചു പോകും. അവരെപ്പറ്റി എന്താണ് പറയുക? അവർ കൃത്യമായും ക്രിസ്തീയ നാമധാരികളാണ്, ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നവരാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലോ ഹൃദയത്തിലോ ഒരു ക്രിസ്തീയതയും കാണുകയില്ല. അവരെപ്പറ്റി ഒന്നേ പറയാനുള്ളൂ, അവർ ഔപചാരിക ക്രിസ്ത്യാനികളാണ്. അവരുടെ മതം ഒരു ഔപചാരിക മതം മാത്രം. സുവിശേഷ തത്വങ്ങൾ അവർക്ക് ബുദ്ധിപരമായി അറിയാം, സുവിശേഷ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുമുണ്ടാവാം, സുവിശേഷത്തെപ്പറ്റി വാചാലമായി സംസാരിക്കുന്നുണ്ടാവാം. അവരെ എതിർക്കുന്നവരെ പറ്റി അല്ലെങ്കിൽ അവരുടെ അജ്ഞതയെപ്പറ്റി അവർക്ക് ധാരാളം സംസാരിക്കുവാനും കഴിയും. പക്ഷേ അവരുടെ അകത്തെ ജീവിതം പരിശോധിച്ചാൽ ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രതിഫലനവും കാണുകയില്ല. അവർ സത്യസന്ധരോ സ്നേഹമുള്ളവരോ താഴ്മയുള്ളവരോ വിശ്വസ്തരോ കരുണയുള്ളവരോ സൗമ്യതയുള്ളവരോ പങ്കിടുന്നവരോ മാന്യരോ ആയിരിക്കില്ല. അവരെപ്പറ്റി എന്താണ് പറയുക? അവരുടെ ക്രിസ്തീയതയിൽ ഒരു കഴമ്പുമില്ല. ഇപ്രകാരമുള്ള ഒരു ഔപചാരിക ക്രിസ്തീയ സഭയിൽ പങ്കെടുക്കുന്നവർ അവരുടെ ആത്മീയതയുടെ തകർച്ചയായിരിക്കും അതിൻ്റെ ഫലം. അവരുടെ ഔപചാരിക മതത്തെപ്പറ്റി അവർക്ക് യാതൊരു ആശങ്കയുമില്ല, മറിച്ച് അതിൻ്റെ പുറമേയുള്ള മോടിയെപ്പറ്റി ആയിരിക്കും ആശങ്ക. ഈ ഔപചാരിക ക്രിസ്തീയതയുടെ അപകടം നമ്മൾ തീർച്ചയായും തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അദ്ദേഹം പറയാണ്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാണവർ. അപ്പോൾ ഫോർമൽ റിലിജിയൻ ഈസ് വർത്ത്ലെസ് ഇൻ ഗോഡ് സൈറ്റ്. യേശുക്രിസ്തു പറഞ്ഞതും കൂടെ ശ്രദ്ധിക്കുക. മത്തായി 15:8 നമുക്കത് വായിക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മതകാപട്യത്തെക്കുറിച്ച് പല പ്രാവശ്യം യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് മത്തായി സുവിശേഷത്തിലൊക്കെ വായിക്കാം. അത് പറയുന്നത് വോ ടു യു ഹിപ്പോക്രൈറ്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ പല പ്രാവശ്യം നമുക്ക് അത് വായിക്കാൻ പറ്റും. പുറമേ ലോകത്തിനു മുമ്പിൽ നല്ല പെരുമാറ്റം, എന്നാൽ അകം ശവക്കല്ലറ. ചുരുക്കത്തിൽ ഫോർമലിസം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു. ഈ ഇൻഫെക്ഷൻ വളരെ അപകടകാരിയാണ്. ഈ കള്ളനാണയത്തെ അല്ലെങ്കിൽ ഈ വ്യാജനെ നമ്മൾ തിരിച്ചറിയണം. പുറമേയുള്ള ഈ കപട ക്രിസ്തീയത അന്ത്യനാളിൽ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കുകയില്ല. ഉദാഹരണത്തിന്, തീയുടെ ഒരു പടം നിങ്ങൾക്ക് ഒരിക്കലും മുന്നറിയിപ്പ് നൽകുകയില്ല. അതുപോലെ സമൃദ്ധമായ ഒരു വിരുന്നിൻ്റെ പടം നിങ്ങളുടെ വിശപ്പ് അകറ്റുകയുമില്ല. ഫോർമൽ റിലിജിയൻ നിങ്ങളുടെ ആത്മാവിന് സമാധാനം കൊണ്ടുവരുവാൻ കഴിയുകയില്ല. ഹോളിവുഡ് പ്രകടനവും ഹോളി തിങ്സും എൻ്റെ അനുഭവവും വളരെ വളരെ വ്യത്യാസമാണ്. യാതൊരു വികാരവുമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത ആമേൻ പറയുന്ന റീഡിംഗ് റെസ്പോൺസ് എന്ത് പരിവർത്തനമാണ് കൊണ്ടുവരിക? രൂപാന്തരപ്പെടാത്ത സഭാ ശുശ്രൂഷകർ, മത നേതാക്കൾ, പാട്ട് അല്ലെങ്കിൽ ആരാധന ലീഡ് ചെയ്യുന്നവർ, ഇവരെല്ലാം
സാത്താൻ്റെ വ്യാജ കൗണ്ടർഫിറ്റ് ക്രിസ്തീയതയുടെ ഭാഗമാണ്. ഇവർ അകത്തു നിന്നുമാണ് സഭയെ നശിപ്പിക്കുന്നത്. പുറമേയുള്ള ക്രിസ്തീയത നിങ്ങൾക്ക് ഒരിക്കലും നിത്യരക്ഷ കൊണ്ടുവരികയില്ല. ദൈവം നിങ്ങളുടെ അകത്തെയും പുറത്തെയും മനുഷ്യനെ അറിയുന്ന ദൈവമാണ്. അവസാന നാളിൽ നിങ്ങൾ ലജ്ജിപ്പാൻ ഇടവരും. Therefore, outward religion will not help you. നമ്മൾ പഠിച്ച ഒന്നാമത്തെ തത്വം, ഔപചാരിക മതം ഒരു യഥാർത്ഥ മതമല്ല. ഔപചാരിക ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുമല്ല. ഇനി രണ്ടാമത്തെ തത്വം നമുക്ക് പരിശോധിക്കാം. ഹൃദയമാണ് യഥാർത്ഥ മതത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ ഇരിപ്പിടം. ഹൃദയത്തിൽ ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഹൃദയമാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ടെസ്റ്റ്. പുറമേയുള്ള കാര്യങ്ങൾ നോക്കി മാത്രം നമുക്കൊരു വ്യക്തിയെ യഥാർത്ഥമായി അറിയാൻ പ്രയാസമാണ്. തെറ്റായതും അയോഗ്യമായതുമായ ഉദ്ദേശത്തോടെ ഒരു വ്യക്തിക്ക് നല്ലത് പറയുവാനും പ്രവർത്തിക്കുവാനും കഴിയും. ഹൃദയമാണ് വ്യക്തിയുടെ യഥാർത്ഥ മതത്തിൻ്റെ പരീക്ഷ. മതത്തിൻ്റെ പുറമേയുള്ള ചട്ടക്കൂടും ശരിയായ ഉപദേശങ്ങളും ഭക്തിഭാവങ്ങളും മാത്രം പോരാ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നതും വളരെ പ്രധാനമാണ്. ഇവിടെ നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിയമങ്ങളെപ്പറ്റി പറഞ്ഞത്, നിങ്ങൾ ചെയ്യുക മാത്രമല്ല ചിന്തിക്കുന്നത് പോലും പാപമാണെന്നാണ്. ആ തോട്ട് ഇറ്റ് സെൽഫ് ഈസ് സിൻ. അപ്പം നമുക്കറിയാം, നമ്മുടെ ഉള്ളിലാണല്ലോ അങ്ങനെ ചിന്തകൾ വരുന്നത്. എന്തു ചിന്തിക്കുന്നു, അതാണ് പ്രധാന ചോദ്യം. അതാണ് ദൈവം നോക്കുന്നത്. മനുഷ്യർ പുറമേയുള്ള മോടി മാത്രം നോക്കുന്നു, ശ്രദ്ധിക്കുന്നു. എന്നാൽ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ഒരാത്മാവിനെ അളക്കാനുള്ള അളവുകോലായി പ്രസ്താവിക്കുന്നത്. പുറമേ യഹൂദനായവനല്ല യഥാർത്ഥ യഹൂദൻ. പുറമേയുള്ള പരിച്ഛേദനയല്ല യഥാർത്ഥ പരിച്ഛേദന. മേൽപ്പറഞ്ഞ വാക്കുകൾ യഹൂദന് വേണ്ടി മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കും കൂടി ആണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്. ഒരുവൻ അകം കൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കണം. ഹൃദയത്തിനാണ് സ്നാനമേൽക്കേണ്ടത്, ശരീരത്തിനല്ല. രക്ഷാകരമായ മതം ആരംഭിക്കേണ്ടത് ഒരുവൻ്റെ ഹൃദയത്തിലായിരിക്കണം. സ്വാഭാവിക മനുഷ്യൻ്റെ ഹൃദയം മതപരമായി ആയിരിക്കില്ല. സ്വാഭാവിക മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നത് നാച്ചുറൽ മാൻ, അത് മതപരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടണം. എസ്കേൽ പ്രവചനം 11:19 നമ്മൾ വായിക്കുന്നു, അവൻ്റെ ചട്ടങ്ങളിൽ നടന്ന് അവൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും എന്നാണ് ഇസ്രായേലിൻ്റെ കോൺടെക്സ്റ്റിലായി പറയുന്നത്. മനുഷ്യഹൃദയം സ്വാഭാവികമായും അടഞ്ഞതായിരിക്കും. ദൈവമാണ് അത് തുറക്കുന്നത്. വചനം കേട്ടപ്പോൾ ലിഡിയയുടെ ഹൃദയം തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ആക്സ് 16:14. നമ്മുടെ ഹൃദയം കൊണ്ടാണ് നാം വിശ്വസിക്കുന്നതും നീതീകരിക്കപ്പെടുന്നതും. യേശു ക്രിസ്തുവാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, സാത്താനും അത് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ആ വ്യക്തി പാപത്തിൽ തന്നെ തുടരാനും മതി. ഒരു വ്യക്തിക്ക് താൻ പാപിയാണെന്ന ബോധം ഉണ്ടാവാം. ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്നും വിശ്വാസവും ഉണ്ടാകാം. ഇടയ്ക്കിടെ നല്ല മനുഷ്യനാവണമെന്ന ആഗ്രഹവും ഉണ്ടാവാം. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ ആഴമായ വിശ്വാസം അർപ്പിക്കുന്നില്ല എങ്കിൽ ഈ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും ദൈവത്തിൻ്റെ ദത്തെടുക്കലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയും നടക്കുകയില്ല. നമ്മുടെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിനും തുടർച്ചയായ അനുസരണത്തിനും കാരണമായിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ വിശുദ്ധരാകുന്നത് അവരുടെ ഹൃദയം കൊണ്ട്, അവരുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നത് കൊണ്ടാണ്. അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നു, ഹൃദയം കൊണ്ട് ദൈവേഷ്ടം ചെയ്യുന്നു. അവർ ബലഹീനരാണ്, കഴിവ് കുറഞ്ഞവരാണ്, അവരുടെ പ്രവൃത്തികൾ വളരെ അപൂർണവും ആണ്. എങ്കിലും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം അവരുടെ ഉള്ളിലെ സ്നേഹത്തിൽ നിന്നാണ്. ദൈവം നോക്കുന്നത് ഗുണമേന്മയാണ്, ക്വാളിറ്റി, അല്ലാതെ ക്വാണ്ടിറ്റി, അളവല്ല. വിധവയുടെ ചില്ലിക്കാശിൻ്റെ ആ കാര്യം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തോട് ശരിയായ ബന്ധം ഇല്ലാത്തിടത്ത് ശരിയായ വിശുദ്ധ ജീവിതവും ഉണ്ടാവില്ല. ഒരുവൻ്റെ ഹൃദയം ദൈവമുമ്പാകെ
ശരിയായതല്ലെങ്കിൽ പുറമേയുള്ള ക്രിസ്തീയത, അതായത് സ്നാനം, തിരുവത്താഴം, സഭാ കൂടിവരവ്, ദാനം, ബൈബിൾ വായന മുതലായവ മനുഷ്യാത്മാവിനെ സ്വർഗസ്ഥലങ്ങളിൽ എത്തിക്കുകയില്ല. അകമേയുള്ള ക്രിസ്തീയത പുറമേയുള്ള ക്രിസ്തീയതയെയും ബാധിക്കും. രണ്ടും ഒരുപോലെ ആവശ്യമാണ്. എങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടി പ്രധാനമായും അകമേയുള്ള വ്യക്തിയിലാണ് പതിക്കുന്നത്. ഗ്രേസ് ഗോസ്പെലിൻ്റെ കോൺടെസ്റ്റിൽ, ഗ്രേസ് കമ്മീഷൻ്റെ ആ കോൺടെസ്റ്റിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ പരിവർത്തനം അത് ഇൻസൈഡ് ഔട്ടാണ്. നമ്മൾ ഈ ഗ്രേറ്റ് കമ്മീഷൻ പഠിക്കുകയാണെങ്കിൽ അവിടെയുള്ള പരിവർത്തനത്തിന് കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളെല്ലാം ഔട്ട്സൈഡ് ഇൻ എന്നാണ് പറയുക. അതായത് പുറമേ ഉള്ള ആചാരങ്ങൾ കൊണ്ട് നമുക്ക് നീതീകരണം പ്രാപിക്കുന്നു. ഈ ഗ്രേസ് കമ്മീഷനിൽ അത് നേരെ ഓപ്പോസിറ്റാണ്. അത് ഇൻസൈഡ് ഔട്ടാണ്. ദൈവം തമ്പുരാൻ അകത്ത് കൊടുക്കുന്ന മുദ്ര കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. പൗലോസ് അപ്പോസ്തലനിൽ കൂടി ക്രിസ്തു വെളിപ്പെടുത്തിയ 3 വാക്യങ്ങൾ കൂടി ഈ സമയത്ത് ശ്രദ്ധേയമാണ്. പരിച്ഛേദനയും ഒന്നുമല്ല, അഗ്രചർമ്മവും ഒന്നുമല്ല, ദൈവകൽപ്പന അനുസരിക്കുകയാണ് പ്രധാനം. രണ്ടാമത്തേത്, പരിച്ഛേദനയും ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല, പുതിയ സൃഷ്ടി ആകുന്നതാണ് പ്രധാനം. അതായത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ഭാഗമാകുന്നതാണ് പ്രധാനം. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിൽ പരിച്ഛേദനയോ അഗ്രചർമ്മമോ അല്ല വിലമതിക്കുന്നത്, വിശ്വാസം സ്നേഹത്തിൽ പ്രതിഫലിക്കുന്നതാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് പരിച്ഛേദനയെക്കുറിച്ചോ അഗ്രചർമ്മത്തെക്കുറിച്ചോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയിലൂടെ, ദത്ത് എടുക്കലിലൂടെ ക്രിസ്തുവിൽ ഒരുവൻ പുതിയ സൃഷ്ടി ആകുന്നതിനെക്കുറിച്ചാണ്. രക്ഷിക്കപ്പെടുന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നതിലും ജീവിതത്തിലും പെരുമാറ്റത്തിലും വിശുദ്ധി ഉണ്ടാകുന്നതിലുമായിരിക്കണം നമ്മുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. അല്ലാതെ ഒരു പുറം മോടിയിൽ മാത്രമാകരുത്. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത്, എൻ്റെ വിശ്വാസം ക്രിസ്തുവിൻ്റെ കാൽവരിയിൽ ക്രൂശിൽ മാത്രമാണോ? ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണോ? ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഞാൻ മുദ്രയിടപ്പെട്ടവനാണോ? ഈ ചോദ്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യം പഴയ നിയമത്തിൽ കൂടിയും നമുക്ക് ബുദ്ധി ഉപദേശമായി ദൈവം നൽകിയിട്ടുണ്ട്. യഹൂദന്മാരുടെ കൂടാരത്തിലെ പെട്ടകം ഏറ്റവും പവിത്രമാണ്. ആ പെട്ടകത്തിനുള്ളിലാണ് ദൈവം സ്വന്തം വിരലുകൊണ്ട് എഴുതിയ നിയമകൽപ്പനകൾ സൂക്ഷിച്ചിരിക്കുന്നത്. മഹാപുരോഹിതൻ മാത്രമേ പെട്ടകം സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം. പെട്ടകത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ പാളയത്തിൽ പ്രത്യേക അനുഗ്രഹം കൊണ്ടുവരും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അവർ അതിനെ ശിലോഹമിൽ നിന്ന് വളരെ ബഹുമാനത്തോടെ പാളയം കുലുങ്ങുന്ന ആർപ്പ് വിളികളോടെ കൊണ്ടുവന്നു. എന്നിട്ടും ഈ നിയമപെട്ടകം ഒരു സാധാരണ മരപ്പെട്ടിയേക്കാൾ കൂടുതൽ ഒരു പ്രയോജനമോ നന്മയോ കൊണ്ടുവന്നില്ല എന്നു മാത്രമല്ല, ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഇസ്രായേൽ തോറ്റോടുകയും നിയമപെട്ടകം അവർ പിടിച്ചെടുക്കുകയും അനേകായിരം ഇസ്രായേല്യർ കൊല്ലപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? കാരണം അവരുടെ മതം ഒരു ബാഹ്യമായ ചടങ്ങ് മാത്രമായിരുന്നു. പുറമേ വളരെ ബഹുമാനവും ആർപ്പുവിളികളും ഒക്കെ നടത്തിയെങ്കിലും അവരുടെ ഹൃദയം ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അവർ നിയമപെട്ടകത്തെ ആദരിച്ചു. അത് നൽകിയ ദൈവത്തെ ഹൃദയത്തിൽ അവർ ആത്മാർത്ഥമായി ആദരിച്ചില്ല. യൂദയിലെയും ഇസ്രായേലിലെയും ചില രാജാക്കന്മാർ പല നല്ല കാര്യങ്ങളും ചെയ്തു. അതെല്ലാം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയുമായിരുന്നു. എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന നീതിയുള്ള രാജാക്കന്മാരുടെ പട്ടികയിൽ അവരുടെ പേരുകളില്ല. രഹബയാം, അബീജ, അമാസിയ, യഹൂ മുതലായവ. കാരണം അവരുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരുന്നില്ല. ഇന്ന് നമ്മുടെ നാട്ടിലും ധാരാളം ആരാധനാ സമൂഹങ്ങളുണ്ട്. അവരുടെ ആരാധനാ ചട്ടവട്ടങ്ങൾ പുറമേ വളരെ മോടിയുള്ളതാണ്, വളരെ പൂർണ്ണതയുള്ളതായി തോന്നാം. സുന്ദരമായ കെട്ടിടം, സുന്ദരമായ ആരാധനക്രമം, സുന്ദരമായ പാട്ടുകൾ, സുന്ദരമായ ആരാധന രീതികൾ എല്ലാം സുന്ദരം. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും ഇതിലുണ്ട്. എന്നാൽ ഇതെല്ലാം ദൈവത്തെ
പ്രീതിപ്പെടുത്തുന്നുണ്ടോ? ഒരു കാര്യത്തിൻ്റെ മാത്രം അഭാവം മേൽപ്പറഞ്ഞതിൻ്റെ എല്ലാം ഇല്ലാതാക്കും. ആ ഒരു കാര്യം നമ്മുടെ ഹൃദയമാണ്. ഈ ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും അപ്പുറമായി ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ വിശ്വാസം അർപ്പിച്ച, പുതുക്കപ്പെട്ട, തകർന്ന ഹൃദയമുള്ള, സ്വയത്തിൽ ആശ്രയിക്കാത്ത വിശ്വാസികളെയാണ് ദൈവം നോക്കുന്നത്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുനിഞ്ഞ തലകളോ മടക്കിയ മുട്ടുകളോ ഉറക്കെയുള്ള ആമേൻ വിളികളോ നമ്മുടെ കൈകൾ ഉയർത്തലോ ഇതൊന്നും ദൈവം മുമ്പാകെ ഒന്നുമല്ല. നമ്മുടെ ഹൃദയം ദൈവം മുമ്പാകെ ശരിയല്ലെങ്കിൽ, ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയം ആത്മാർത്ഥമാണെങ്കിൽ, ദൈവത്തിൻ്റെ മഹിമ നമ്മുടെ കണ്ണുകളിൽ നിറയുമ്പോൾ നമ്മുടെ അപൂർണമായ പലതിനെയും ദൈവം അവഗണിക്കും. വളരെ കുറവുകൾ ഉണ്ടായിരുന്ന രാജാക്കന്മാരായിരുന്നു ജെഹോഷാഫാത്ത്, ആസർ എന്നിവർ. പക്ഷേ അവരുടെ ഹൃദയം ദൈവം മുമ്പാകെ ആത്മാർത്ഥമായിരുന്നു. അതുപോലെ ഇന്ന് പല സഭായോഗങ്ങളും സ്വാഭാവിക മനുഷ്യനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ കാണുകയില്ല. പഴയ ഭംഗിയില്ലാത്ത കെട്ടിടങ്ങൾ, താളവും രാഗവും ഇല്ലാത്ത ആരാധന അല്ലെങ്കിൽ പാട്ടുകൾ, വളരെ ശോഷിച്ച പ്രസംഗങ്ങൾ, ശോഷിച്ച പ്രാർത്ഥനകൾ മുതലായവ. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം, ദൈവത്തിൻ്റെ സാമീപ്യം അവരുടെ ഇടയിലുണ്ടാവും. പാപികൾ നീതീകരിക്കപ്പെടും. ഹൃദയ പുതുക്കവും ഉണ്ടാവും. രക്ഷയുടെ ഉറപ്പും സന്തോഷവും ഉണ്ടാവും. അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാവുക, പുറമേയുള്ള ചടങ്ങുകളും ആചാരങ്ങളും കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കേണ്ടത്, ഔപചാരിക മതം നിങ്ങളുടെ ആത്മീയ രക്ഷയ്ക്ക് ഉതകില്ല. ഹൃദയം കൊണ്ട് ക്രിസ്ത്യാനിയാകുക. അതാണ് നിങ്ങളെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ വസിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയ രണ്ടാമത്തെ തത്വം എന്താണ്? യഥാർത്ഥ മതം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഹൃദയത്തിൽ ക്രിസ്ത്യാനിയാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ഇനി മൂന്നാമത്തെ തത്വം കൂടെ നമുക്ക് പരിശോധിക്കാം. ഒരു യഥാർത്ഥ മതം ഒരിക്കലും ജനകീയമാവും എന്ന് ധരിക്കരുത്. ജനകീയം എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആകും എന്ന് ധരിക്കരുത്. അതിന് മനുഷ്യരുടെ അല്ല, ദൈവത്തിൻ്റെ പുകഴ്ചയാണ് ലഭിക്കുക. വചനവിരുദ്ധമായ പല ലൗകിക വാഗ്ദാനങ്ങളും നൽകി നിങ്ങൾക്ക് ഒരു വലിയ കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സത്യങ്ങളും വചനപ്രകാരമുള്ള സഭാ കൂട്ടായ്മകളും ഒരിക്കലും ജനകീയമല്ല, ഒരിക്കലും ആയിരുന്നില്ല, ഇപ്പോഴും അല്ല, ഇനി ആകാനും പോകുന്നില്ല. ലൗകികരായ പാപത്തിന് അധീനരായ ഭൂരിപക്ഷ ജനങ്ങൾക്കും പുറമേ മോടി നടിക്കുന്ന മതം തന്നെയായിരിക്കും ഹൃദയത്തിൽ നിന്നുള്ള മതത്തെക്കാൾ കൂടുതൽ ആകർഷമായിരിക്കുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു മതത്തോട് അവന് താല്പര്യം ഉണ്ടാകില്ല. അവൻ്റെ പാപജീവിതം അതിന് തടസ്സമാണ്. പുറംമോടിയുള്ള സഭായോഗങ്ങൾ, വചനവിരുദ്ധമായി പഠിപ്പിക്കുന്ന കൂട്ടങ്ങൾ, ജഡീക ചേതനകളെ ഉത്തേജിപ്പിക്കുന്ന ചടങ്ങുകളും ആരാധന രീതികളും നടത്തുന്നവർ, അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും. മനുഷ്യൻ്റെ സ്വയനീതീകരണത്തെ ഈ പുറംമോടി സഭകൾ പ്രോത്സാഹിപ്പിക്കുന്നു. കുറേ നല്ല പ്രവർത്തികൾ ചെയ്ത് രക്ഷ പ്രാപിക്കാമെന്ന് പഠിപ്പിക്കുന്ന സഭകളിലെ ആൾക്കൂട്ടം ഇതിനൊരു ഉദാഹരണമാണ്. ഔപചാരിക മതം ഇതാണ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് അവർ കരുതുന്നു. ഈ ചിന്ത മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. പ്രവൃത്തികൾ അവൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണല്ലോ ഉള്ളത്. അവൻ്റെ അകത്തെ മനുഷ്യനെ ബാധിക്കാത്ത എല്ലാം അവന് സ്വീകാര്യമാണ്. കാരണം അത് എളുപ്പമുള്ള കാര്യമാണ്. ഔപചാരിക മതം ഒരു വലിയ വാതിലാണ്, സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം തന്നെ ഈ പുറംമോടി മതത്തിന് അല്ലെങ്കിൽ ഫോർമുലസും അതിനെതിരായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയവരാണ്. ക്രിസ്തു വന്നപ്പോഴേക്കും റിലീജിയസ് ഫോർമാലിസം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലായിരുന്നു. ആ കാലത്തെ ഇസ്രായേൽ ചരിത്രം പഠിച്ചാൽ ഇത് മനസ്സിലാവും. ഫോർമൽ റിലിജിയൻ, അതിന് മനുഷ്യരുടെ അംഗീകാരമുണ്ട്. ഈ false teachers speak of the world and the world listens to them. Only say your prayers, go to church regularly, receive Lord's Supper occasionally, read your Bible occasionally, and
and vast majority of Christians consider this as a good Christian person. അവർ ചോദിക്കുന്നത് ഇതിനപ്പുറമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതല്ല ക്രിസ്ത്യാനി എങ്കിൽ പിന്നെ എന്താണ്? ഇതിൽ കൂടുതൽ ആവശ്യപ്പെടുന്നത് അവർ പറയും അൺഫെയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫാനറ്റിക് ആണ്, ഓർ ഇറ്റ് ഈസ് യു ആർ ടു ഇൻതൂസിയാസ്റ്റിക്. മേൽപ്പറഞ്ഞവർ രക്ഷ പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ദൈവസ്നേഹമില്ലാത്തവരാണ്. ഫോർമർ റിലിജിയൻ ഈസ് ഓൾവേസ് പോപ്പുലർ, വിൽ ബി പോപ്പുലർ until Christ comes. It will always has had and will have the praise of men. ഇനി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെ പറ്റി നോക്കാം. അവരുടെ ജീവിതത്തിൽ അവരൊരു ലാഫിംഗ് സ്റ്റോക്ക് ആയിരിക്കും. എല്ലാവരും അവരെ കളിയാക്കിന്നിരിക്കാം, അവരെ വെറുക്കും, അവരെ വേർപെടുത്തും, ഒറ്റപ്പെടുത്തും, ആൻഡ് ഈവൻ ടു ഡെത്ത്. അതാണ് അവരുടെ അവസ്ഥ. ദീസ് ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ആർ വെരി ഫ്യൂ ഇൻ നമ്പർ. ഇവർക്ക് മനുഷ്യരുടെ പുകഴ്ച ലഭിക്കുകയില്ല. ഹാർട്ട് റിലിജിയൻ ഒരിക്കലും പോപ്പുലർ ആകുകയില്ല. ഇതിലെ അംഗങ്ങൾക്ക് ഒന്നും ബോസ്റ്റ് ചെയ്യാനില്ല. ദൈവകൃപയാൽ മാത്രം അവർ നിൽക്കുന്നു. അവർ ഹെൽ ഡിസേർവിങ് സിന്നേഴ്സ് ആണെന്നുള്ള സത്യം, എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശല്ലാതെ അവർക്ക് വേറെ ശരണമില്ല. സ്വയനീതീകരണമുള്ള മനുഷ്യന് ഈ മനോഭാവമില്ല. അതുകൊണ്ട് പ്രിയരെ, നാം എല്ലാവരും ഒരു നാൾ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. പുസ്തകം തുറക്കുമ്പോൾ നമ്മുടെ സ്വയനീതിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ 3 തത്വങ്ങളാണ് നമ്മൾ ഈ വേദഭാഗങ്ങളിൽ നിന്ന് പഠിച്ചത്. ഒന്ന്, ഔപചാരിക മതം ഒരു യഥാർത്ഥ മതമല്ല. ഔപചാരിക ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുമല്ല. രണ്ടാമത്തെ തത്വം നമ്മൾ പഠിച്ചത്, യഥാർത്ഥ മതം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഹൃദയത്തിൽ ക്രിസ്ത്യാനിയാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. യഥാർത്ഥ മതം ജനകീയമല്ല, അതിന് മനുഷ്യരിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് തന്നെ പുകഴ്ച ലഭിക്കുന്നു. ദൈവം ഈ വചനങ്ങൾ കൊണ്ട് നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വരും ആപത്തിൽ നൽതുണതാൻ, പെരും താപത്തിൽ നൽതണതാൻ. വരും ആപത്തിൽ നൽതുണതാൻ, പെരും താപത്തിൽ നൽതണതാൻ. ഇരുൾ മൂടുവിൻ ജീവിതപാതയിലും വരും വെളിച്ചവും അഭയവും താൻ. ഇരുൾ മൂടുവിൻ ജീവിതപാതയിലും വരും വെളിച്ചവും അഭയവും താൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. മധ്യരാരിലും ഞാൻ സഹായം, തെല്ലും തേടുകില്ല നിശ്ചയം. മധ്യരാരിലും ഞാൻ സഹായം, തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനിൻ ആവശ്യങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. ജീവനാഥനിൻ ആവശ്യങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. എന്റെ ഭാരങ്ങൾ
നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ചൂടേറിയ മരുഭൂമിയിൽ ഞങ്ങൾക്കൊരു സഹായവും കൂടെ കർത്താവോട് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഗാനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവോട് ഇടയാക്കിയല്ലോ. ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവോട് ഇടയാക്കിയല്ലോ. നല്ല വചനങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവെ, വചനങ്ങൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരുംകാല ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കി ഒരുങ്ങിപ്പാർക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവമോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭായോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവിക സമാധാനം കൊണ്ട് ദൈവമോട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ദൈവകൃപയിൽ നിറഞ്ഞവരായി ആത്മശക്തിയിൽ നിറഞ്ഞവരായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെല്ലാം ദൈവമോട് സഹായിക്കണം. അതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലെ ശുശ്രൂഷകളെല്ലാം ദൈവമോടൊന്ന് മാനിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാഴ്ച വട്ടം മുഴുവനും അവിടുത്തെ കൃപയിൽ നടക്കുവാൻ, വേണ്ടുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു.